എന്തായിരുന്നു അത്? അത് അദ്ദേഹം 2018 ഉന്നയിച്ചാണ്. ഇപ്പം ഞാൻ വളരെ വിശദമായിട്ട് ഞങ്ങളുടെ ഡയറക്ടേഴ്സ് യൂണിയന് മറുപടി തന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഫേസ്ബുക്കിലുണ്ട്. 2018 അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്ത് വ്യക്തത വരുത്താം. ഇന്ത്യയിലെ മുഴുവൻ ചലച്ചിത്ര തൊഴിലാളി ഫെഡറേഷനിലും ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് വരുമ്പോൾ, നിങ്ങൾക്കൊരു പ്രതിഫല പ്രശ്നം ഉണ്ടാകുന്നു, ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് വരുമ്പോൾ അവിടെ 10% നമ്മൾ ആ പൈസ കിട്ടുമ്പോൾ യൂണിയൻ്റെ വെൽഫെയർ ഫണ്ടിലേക്ക് കൊടുക്കും. 1,00,000 രൂപ നിങ്ങൾക്ക് യൂണിയൻ വാങ്ങിച്ചു തരുമ്പോൾ 10% 10,000 രൂപ നിങ്ങൾ കൊടുക്കും. ഇത് മാത്രമാണ് യൂണിയനുകളുടെ വരുമാനം. അപ്പോൾ അതുകൊണ്ട് ഒരു ചികിത്സാ സഹായം ഉണ്ടാകുമ്പോൾ, അല്ലേ, മരണാനന്തര സഹായം ഉണ്ടാകുമ്പോൾ റിട്ടയർമെൻറ്റ്, വലിയ തുകയാണ് റിട്ടയർമെൻറ്റ് കൊടുക്കുന്നത്. ഇതിനുള്ള ഒരു സോഴ്സാണത്. ബാക്കി ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വെറും 500 രൂപയാണ്. അത് അദ്ദേഹം തന്നെ ഇന്നലെ രാജിക്കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ തുടർന്നു, ആ കാര്യങ്ങൾ തുടർന്നു. 2018 സോൾട്ട് ആൻഡ് പെപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനൊരു സംഗതി ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ പൈസ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനൊരു വഴക്കമുണ്ട് എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ടും 10%, ചിലർ പറയും അത് കുറച്ച് തന്നവരുണ്ട്, ഒരു 5% തരാം, ബാക്കി ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് വി ആർ ഫൈൻ വിത്ത് ഇറ്റ്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അടയ്ക്കാതെ, എന്നാൽ എഴുത്തുകാരായിട്ടുള്ള 2 പേര്, ശ്യാം പുഷ്കരനും ദിലീഷ് നായരും അത് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ശ്രീ സിബി സാറുണ്ടോ? അപ്പം അല്ല, സിബി സാറാണ് അന്ന് ഞങ്ങളുടെ പ്രസിഡന്റ്. സിബി സാറാണ് അന്ന് ശ്രീ ആഷിക അബുവിനോട് വിളിച്ചിട്ട് ആ പൈസ അടയ്ക്കണം എന്ന് പറയുന്നത്. അദ്ദേഹം അന്ന് ഡയറക്ടേഴ്സ് യൂണിയൻ്റെ ഭാരവാഹിയാണ്. അപ്പോൾ വളരെ മോശമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. വളരെ മോശമായിട്ട്, നിങ്ങളെന്താ ഗുണ്ടാപ്പിരിവ് നടത്തുകയാണോ എന്ന് മലയാളത്തിലെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന സിബി സാറിനോട് അന്ന് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ, ഡയറക്ടേഴ്സ് യൂണിയൻ്റെ കമ്മിറ്റിയിൽ അത് അവതരിപ്പിച്ചപ്പോൾ കമ്മിറ്റി പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് തിരിച്ചയച്ചു കൊടുക്കാം. ആ ചെക്ക് നമ്മൾ തിരിച്ചയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് പൈസ വാങ്ങിച്ചിട്ടില്ല, ആ ചെക്ക് തിരിച്ചയച്ചു കൊടുക്കുകയും ഇത് വിശദീകരിക്കുകയും ചെയ്തു. ഏതാണ് ഈ ആവശ്യത്തിനാണ് നമ്മളിത് ചെയ്തത്, നമ്മൾ ചികിത്സാ സഹായം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ചെയ്യുന്നതെന്ന് താങ്കൾക്ക് അറിവുണ്ടല്ലോ, ഞങ്ങളിത് തിരിച്ചയക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം സന്തോഷമായിട്ട് ആ ചെക്ക് വാങ്ങിച്ചു. അപ്പോൾ അദ്ദേഹം പൂർണ്ണ ബോധ്യമുണ്ട് അദ്ദേഹത്തിന് ഈ പണം എങ്ങനെയാണ് ചെലവ് കഴിക്കപ്പെടുന്നതെന്ന്. ഇത് 2018 അദ്ദേഹം ഉന്നയിച്ച ആരോപണം. ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം അഭിമുഖം കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അതിന് ഞങ്ങൾ അന്ന് മറുപടി പറഞ്ഞ. അപ്പോൾ 2018 ആരോപണം, മറുപടി കിട്ടിയ ആരോപണം പച്ചക്കള്ളം 2024 ഉന്നയിക്കുന്നത് 6 വർഷമായിട്ട് അദ്ദേഹത്തിന് ഈ യൂണിയനെ കുറിച്ച് പറയാൻ മറ്റൊന്നും ഇല്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ? വേറൊന്നുമില്ല അദ്ദേഹത്തിന് പറയാൻ. അപ്പോൾ അത് അദ്ദേഹം ഒരു സന്ദർഭമാക്കി മാത്രം എടുത്തു എന്നുള്ളതാണ്. പിന്നെ യൂണിയൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ പ്രവർത്തിക്കാത്ത അദ്ദേഹം രാജിവെക്കുന്നത് ഒരു തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.